സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണത്തിൽ തകർച്ചയുണ്ടായ ഭാഗങ്ങളിൽ നടപടിയെടുത്തിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി കെ.സി. വേണുഗോപാൽ എം.പി. വ്യക്തമാക്കി. പാതയിലെ 15 പാതകളിൽ വിള്ളലോ തകർച്ചയോ സംഭവിച്ചിട്ടുണ്ടെന്നും അവിടങ്ങളിലെല്ലാം പരിഹാര നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും ലോക്സഭയിൽ തനിക്ക് നൽകിയ മറുപടിയിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചതായും എം.പി. പറഞ്ഞു. നിർമ്മാണത്തിലെ ഗുരുതര വീഴ്ചകളിൽ കരാറുകാർക്കെതിരെ നടപടിയെടുത്തതായും മന്ത്രി അറിയിച്ചുവെന്നും എം.പി. പറഞ്ഞു. സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണത്തിൽ തകർച്ചയുണ്ടായ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി കെ.സി. വേണുഗോപാൽ എം.പി. വ്യക്തമാക്കി. സംസ്ഥാനത്ത് 15 സ്ഥലങ്ങളിൽ പാതകളിൽ വിള്ളലോ തകർച്ചയോ സംഭവിച്ചിട്ടുണ്ടെന്നും അവിടങ്ങളിലെല്ലാം പരിഹാര നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും തനിക്ക് നൽകിയ മറുപടിയിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചതായും എം.പി. പറഞ്ഞു. നിർമ്മാണത്തിലെ ഗുരുതര വീഴ്ചകളിൽ കരാറുകാർക്കെതിരെ നടപടിയെടുത്തതായും മന്ത്രി അറിയിച്ചുവെന്ന് എം.പി. പറഞ്ഞു. വീഴ്ചകൾ പഠിക്കാൻ ദേശീയപാത അതോറിറ്റി വിദഗ്ധ സമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവർ കഴിഞ്ഞ ജൂലൈ 3 അന്തിമ റിപ്പോർട്ടും നൽകി. പാരിസ്ഥിതിക പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ആ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ദേശീയപാത 66 നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഭൂമി ഏറ്റെടുക്കലിലെ പ്രശ്നങ്ങളടക്കം നിരവധി കാരണങ്ങളാൽ കാലതാമസമുണ്ടാകുന്നതായും പറയുന്നുണ്ട്. CDNet ന്യൂസ്, കായംകുളം.